Hi everyone, I am Gopika AS here, Assistant Professor, Department of Civil Engineering, Sri Narayana Institute of Technology, Adu, and we are dealing with basic civil engineering for BTech, first year, civil engineering, mechanical engineering and automobile engineering schemes. So, in the previous session, നമ്മൾ എന്താണ് ഫൗണ്ടേഷനകത്ത് വരുന്ന ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്താണെന്നൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ആണ്. ഫൗണ്ടേഷനെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുവാണ്. ഷാലോ ഫൗണ്ടേഷൻസ് എന്നും ഡീപ്പ് ഫൗണ്ടേഷൻസ് എന്നും. അതായത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുറവാണ്, അല്ലെങ്കിൽ വിത്തിനേക്കാളും കുറവോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിട്ട് വരുന്ന ഫൗണ്ടേഷൻസിനെയാണ് ഷാലോ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇവിടെ വിത്തിനേക്കാളും ഡെപ്ത് കുറവോ ഈക്വലോ ആണെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷനകത്ത് ഡെപ്ത് ഈസ് മച്ച് മോർ ദാൻ വിത്ത്. അങ്ങനെയാണ് ഫൗണ്ടേഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷാലോ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷനെ വിളിക്കുന്ന ഒരു പേരാണ് സ്പ്രെഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ്. അപ്പോൾ അതെന്താണെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഒരു സ്ട്രക്ചറിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിന് തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോവർ പാർട്ടിൽ കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് ഷാലോ ഫൗണ്ടേഷൻ. ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഒരു യൂണിറ്റാണ്. അത് നമ്മളൊരു മേസണറി അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പം ബേസ് കോളമോ അല്ലെങ്കിൽ വോളിൻ്റെയോ ഏതെങ്കിലും ഒരു ബേസിലായിരിക്കും നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനെയാണ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന് ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ഫൂട്ടിങ്സ് കാണും. ഒരുപാട് ടൈപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ട്. ഇതിൽ ഓരോന്നും നമ്മൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഐസൊലേറ്റഡ് അല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളത്തിന് ആ കോളത്തിൽ നിന്ന് സോയിലിനകത്തേക്ക് ലോഡിനെ സേഫ്ലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. അതായത് കോളത്തിനകത്ത് നിന്ന് വരുന്ന ലോഡ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ നമുക്കൊരു ഒറ്റ സ്പ്രെഡ് കൊടുക്കാൻ പറ്റും ഈ കോളത്തിന് ചുറ്റും. ഇതിനെയാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ഫൂട്ടിംഗ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ട്. സിമ്പിൾ ഫൂട്ടിംഗ് ഉണ്ട്, അത് ലൈറ്റ് ലോഡ് വരുവാണെങ്കിൽ. പിന്നെ സ്റ്റെപ്ഡ് അല്ലെങ്കിൽ സ്ലോപ്ഡ് ഫൂട്ടിംഗ് ഉണ്ട്. അതായത് മീഡിയം ടു ഹെവി ലോഡ്സ് ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്ഡ് ടു സ്ലോപ്ഡ് ഫൂട്ടിങ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സ്റ്റോൺ മേസണറി, ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ കോളം ഫൂട്ടിങ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് കുറച്ച്. അതായത് സിമ്പിൾ ഫൂട്ടിംഗ് ഉണ്ട്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ഉണ്ട്, സ്ലോപ്ഡ് ഫൂട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലൈറ്റ് ലോഡ് ആണെങ്കിലാണ് നമ്മൾ ചെയ്യുക. ഒരു സിംഗിൾ കോളം കാണും, ആ കോളത്തിന് ചുറ്റും സ്പ്രെഡ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ കോളം ലോഡ് മീഡിയം ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ചെയ്യും. അത് സ്റ്റെപ്പ് ബൈ ആയിട്ടായിരിക്കും അതിനകത്ത് ലോഡ് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് നമ്മളതിനെ ആ ടോട്ടൽ ഡെപ്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്റ്റെപ്പ് ബൈ ആയിട്ട് കൊടുക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് സ്ലോപ്ഡ് ഫൂട്ടിങ്. ട്രപ്പിസോയിഡൽ ഷേപ്പിനകത്തായിരിക്കും ഏറ്റവും ഈക്വലായിട്ട് ലോഡ് ട്രാൻസ്ഫറിങ് സിസ്റ്റം വരിക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ സ്ലോപ്ഡ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യും. സ്ലോപ്ഡ് ഫൂട്ടിങ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടിനെ അപേക്ഷിച്ച് ഹെവി ലോഡ്സ് വരുമ്പോഴാണ് നമ്മൾ സ്ലോപ്ഡ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ വാൾസ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിങ്. ഈ ഫൂട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു വോള്, നല്ല ലെങ്ത്തിലുള്ളൊരു വോളിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഫൂട്ടിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രിപ്പ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം സ്ട്രിപ്പ് ഫൂട്ടിങ്സ് എന്ന് പറയുന്നത് ലോഡ് ബെയറിംഗ് വാൾസിനാണ് സാധാരണ നമ്മൾ കൊടുക്കുക. ഇതെന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റെപ്ഡ് ആയിരിക്കാം. ഇതിപ്പോൾ ഒരു സിമ്പിൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് കാണിച്ചേക്കുന്നത്. അതായത് ഒരു ലോഡ് ബെയറിംഗ് വാൾ ഉണ്ട്, ആ വാളിന് കൊടുത്തേക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് വാൾ അല്ലെങ്കിൽ സ്ട്രിപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് സിമ്പിൾ ഫൂട്ടിംഗ് ആണ്. ഇതിൻ്റെ തന്നെ ആ ഫൂട്ടിങ്ങിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. തേർഡ് വൺ കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഫൂട്ടിംഗ് നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ കോളംസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയും. അതായത് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ശരിക്കും നമ്മൾ എപ്പോഴാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കോളംസിൻ്റെ
ഷേപ്പ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ട്രെപ്പിസോയിഡലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫൂട്ടിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫൂട്ടിങ്ങിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്ത് പോകണം ലോഡ്, ഫൂട്ടിങ്ങിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കൺസ്ട്രക്ട് ചെയ്യുക. ഇപ്പോൾ ലിഫ്റ്റ് വെൽ കോളംസിനും വാട്ടർ ടാങ്ക് സപ്പോർട്ടിംഗ് കോളംസിനും ബസ് ഷെൽട്ടർ സപ്പോർട്ടിംഗ് കോളത്തിനും ഒക്കെയാണ് സാധാരണ കമ്പൈൻഡ് ഫൂട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എവിടെയൊക്കെ ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ്, അതായത് ഇപ്പോൾ 2 സെപ്പറേറ്റ് കോളംസ് ഉണ്ട്, ആ കോളംസിന് നമ്മൾ ഓരോ ഫൂട്ടിങ് കൊടുക്കുകയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തത് ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ അവിടെ കണ്ടിന്യൂസ് ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യും. ഇനി സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സിന് വേണ്ടി എടുക്കുന്ന ഏരിയാസ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇത് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. തൊട്ടപ്പുറത്തുള്ള ഫിഗർ ബി എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് കാണിക്കുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ലാഭിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്പൈൻഡ് അല്ലെങ്കിൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് നമ്മൾ ഫൗണ്ടേഷനായിട്ട് അങ്ങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതിപ്പം 3 അതിൽ കൂടുതലോ കോളംസ്, ഒരു റോയിലുള്ള 3 അതിൽ കൂടുതലോ കോളംസിന് നമ്മളൊരു സ്ലാബ്, അതൊരു കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബാണ്. എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ലാബാണ്. ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഒരുപാട് കുറയ്ക്കും. അപ്പം അതുപോലെ തന്നെ ഇത് എർത്ത് എഗൻസ്റ്റ് ആയിട്ട് നല്ല സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യും. ഇതാണ് എക്സാമ്പിൾ. നമ്മളിപ്പം 3 കോളം ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ ഒറ്റ സ്ലാബ് വാർത്ത് അതിനങ്ങ് ഫൂട്ടിങ് കൊടുക്കുന്ന പരിപാടി. നെക്സ്റ്റ് ഉള്ള ഒരെണ്ണമാണ് ക്യാൻഡിലിവർ ഫൂട്ടിങ്. ക്യാൻഡിലിവർ ഫൂട്ടിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 1 or 2 കോളം നിൽക്കുകയാണ്, അതിൽ നിന്നൊരു എക്സെൻട്രിക് ഫൂട്ടിങ് നമ്മൾക്ക് കൊടുക്കേണ്ടി വരുവാണ് ഒരു എക്സ്റ്റീരിയർ കോളം കാരണം. അപ്പം ഒരു ഇൻറ്റീരിയർ കോളം ഉണ്ട്, ഒരു എക്സ്റ്റീരിയർ കോളം ഉണ്ട്. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിലിവർ ബീം നമ്മൾ കൊടുക്കും. ഇങ്ങനത്തെ ഫൂട്ടിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു കോളത്തിന് തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കൊരു ഫൂട്ടിങ് കൊടുക്കാനായിട്ട് ഇമ്പോസിബിൾ ആണ്. കാരണം ഒന്നെങ്കിൽ ആ സൈറ്റിൻ്റെ ബൗണ്ടറീസ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ എക്സെൻട്രിക് ലോഡിങ് കണ്ടീഷൻസ് കൊണ്ടിട്ടോ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ അവിടെ നമുക്ക് ക്യാൻഡിലിവർ ഫൂട്ടിങ് ഉപയോഗിക്കാം. അപ്പം എക്സ്റ്റീരിയർ കോളത്തിൽ നിന്ന് വരുന്ന ലോഡിനെ ഇൻറ്റീരിയർ കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് കൗണ്ടറാക്ട് ഇങ്ങനെയാണ്. ഇപ്പം ഒരു എക്സ്റ്റീരിയർ കോളം ഉണ്ട്, ഒരു ഇൻറ്റീരിയർ കോളം ഉണ്ട്. അപ്പോൾ ഈ ഇൻറ്റീരിയർ കോളത്തിനും എക്സ്റ്റീരിയർ കോളത്തിനും ഇടയിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിലിവർ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ശരിക്കും ക്യാൻഡിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പം ഇൻറ്റീരിയർ കോളവും എക്സ്റ്റീരിയർ കോളവും നമുക്ക് ഒരേപോലെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമുക്കൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ലോഡ്സ് തമ്മിൽ കൗണ്ടറാക്ട് ചെയ്തിട്ട് അതങ്ങ് ബാലൻസ് ആയി ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫൂട്ടിംഗ് ആണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ്. ഇത് നമുക്ക് ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് സപ്പോർട്ടിംഗ് വാൾസിലേക്ക് ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പം 2 വാൾസിന് ഇടയിലായിട്ടായിരിക്കും നമ്മൾ ഈ ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കോളംസ്, അതായത് ഈ ആർച്ചിൻ്റെ 2 കോളം അപ്പുറത്തും ഇപ്പുറത്തും 2 കോളംസ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ആർച്ച് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന ഔട്ട്വേർഡ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 എൻഡ് കോളംസ് നമ്മൾ ഡിസൈൻ ചെയ്യും. ഇങ്ങനത്തെ ഫൗണ്ടേഷൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് പിയേഴ്സിലും റിസർവോയേഴ്സിലും ടാങ്ക്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ഡ്രെയിനേജ് വർക്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഈ ആർച്ച് നമ്മൾ ശരിക്കും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗത്തുനിന്ന് ലോഡിനെ അപ്പുറത്ത് ഉള്ള 2 വോൾസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഇത് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ആർച്ച് ആക്ഷൻ മൂലം ഉണ്ടാകുന്ന ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, അതായത് 2 കോളംസ് നമ്മൾ ഇതിൻ്റെ 2 എൻഡിലുള്ള 2 കോളംസ് നമ്മൾ വെച്ചേക്കുവാണ്. ആ കോളത്തിൽ നിന്ന് വരുന്ന ലോഡിനെ ഈ ആർച്ച് ആക്ഷൻ കാരണം ഇവൻച്വലി സ്പ്രെഡായിട്ട് അത് ഗ്രൗണ്ടിലേക്ക് ഡിസിപ്പേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ഫൗണ്ടേഷനാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഇത് റോൾഡ് സ്റ്റീൽ ജോയിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ
കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് നമുക്ക് സിംഗിളായിട്ടോ ഡബിൾ ടയർ ആയിട്ടോ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഡബിൾ ടയർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആണെങ്കിൽ ടോപ്പ് ടയർ നമ്മൾ ബോട്ടം ടയറിന് റൈറ്റ് ആംഗിളായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുക. ഇനി ഈ ഫ്ലാഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്ലാഞ്ച് വിത്തിൻ്റെ 1.5 to 2 ടൈംസിന് ഈക്വൽ ആയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇതിൽ ഏതാണോ ചെറുത് ആ രീതി വേണം നമ്മൾ. നെക്സ്റ്റ് ഉള്ള ഒരെണ്ണമാണ് ക്യാൻഡിലിവർ ഫൂട്ടിങ്. ക്യാൻഡിലിവർ ഫൂട്ടിങ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1 or 2 കോളം നിൽക്കുകയാണ്, അതിൽ ഒരു എക്സെൻട്രിക് ഫൂട്ടിങ് നമ്മൾക്ക് കൊടുക്കേണ്ടി വരുവാണ് ഒരു എക്സ്റ്റീരിയർ കോളം കാരണം. അപ്പം ഒരു ഇൻറ്റീരിയർ കോളം ഉണ്ട്, ഒരു എക്സ്റ്റീരിയർ കോളം ഉണ്ട്. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിലിവർ ബീം നമ്മൾ കൊടുക്കും. ഇങ്ങനത്തെ ഇനി ഇതിനകത്ത് പൈപ്പ് സെപ്പറേറ്റേഴ്സും നട്ട്സും ആണ് നമുക്ക് സ്റ്റീൽ ജോയിൻസിനെ അതിൻ്റെ ഗ്രില്ലേജിൻ്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻറ്റയർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ മൊത്തത്തിലുള്ള ഈ റോൾഡ് സ്റ്റീൽ ജോയിൻസിനെ എല്ലാം കൂടെ നമ്മളൊരു കോൺക്രീറ്റിൻ്റെ ബെഡിനകത്തേക്ക് എംബഡഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ കോൺക്രീറ്റ് ബെഡിന് അഡോപ്റ്റ് ചെയ്യുന്ന മിനിമം ഡെപ്ത് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇത് നമുക്ക് സിംഗിൾ കോളത്തിന് വേണ്ടിയിട്ടും ഒന്നിൽ കൂടുതൽ വരുന്ന കോളത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. അപ്പം ഇതിനകത്ത് ഒരു സ്ട്രക്ചറിന് കീഴിൽ വരുന്ന കംപ്ലീറ്റ് ഏരിയാസിനെ കവർ ചെയ്തിട്ടായിരിക്കും ഒരു കമ്പൈൻഡ് ഫൂട്ടിങ് വരിക. അപ്പോൾ അതിനകത്താണെങ്കിൽ സിംഗിൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബും കാണും, അല്ലെങ്കിൽ സ്ലാബ് പ്ലസ് ഇൻവേർട്ടഡ് ബീംസ് കാണും. ഇങ്ങനെ 2 രീതിയിലും ഇത് ചെയ്യാറുണ്ട്. ഇപ്പം ഈ കണ്ടിന്യൂസ് സ്ലാബാണ്, അതായത് ആ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യുന്ന സ്ലാബായിരിക്കും ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സോയിലിനകത്തേക്ക്. സാധാരണ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോളം ലോഡ്സിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ആ റാഫ്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുക. ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഈ ആർച്ച് നമ്മൾ ശരിക്കും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗത്തു നിന്ന് ലോഡിനെ അപ്പുറത്ത് ഉള്ള 2 വോൾസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഇത് പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ആർച്ച് ആക്ഷൻ മൂലം ഉണ്ടാകുന്ന ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, അതായത് 2 കോളംസ് നമ്മൾ ഇതിൻ്റെ 2 എൻഡിലുള്ള 2 കോളംസ് നമ്മൾ വെച്ചേക്കുവാണ്. ആ കോളത്തിൽ നിന്ന് വരുന്ന ലോഡിനെ ഈ ആർച്ച് ആക്ഷൻ കാരണം ഇവൻച്വലി സ്പ്രെഡായിട്ട് അത് ഗ്രൗണ്ടിലേക്ക് ഡിസിപ്പേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ഇമേജ്. അതായത് ഒന്നിൽ കൂടുതൽ കോളംസ് കാണും, ആ കോളംസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മെയിൻ ബീം കാണും. ആ മെയിൻ ബീമിൻ്റെ താഴെയായിട്ടായിരിക്കും നമ്മളുടെ സ്ലാബ് കാസ്റ്റ് ചെയ്യുക. റീഇൻഫോഴ്സ്ഡ് ആയിരിക്കണം സ്ലാബ്, അതായത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് കമ്പിയിട്ട് വാർത്തായിരിക്കും നമ്മൾ ഈ സ്ലാബ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് കോളംസിനെയും ബീംസിനെയും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഈ സ്ലാബ് പോയിക്കൊണ്ടിരിക്കുക. അതിനെയാണ് ഒരു സിംഗിൾ റീഇൻഫോഴ്സ്ഡ് കോളംസ് സ്ലാബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസൈനിങ് കൺസ്ട്രക്ഷനെ അനുസരിച്ചിട്ട് 3 ഗ്രൂപ്പായിട്ട് നമ്മളുടെ റാഫ്റ്റ് ഫൗണ്ടേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോളിഡ് സ്ലാബ് സിസ്റ്റം ഉണ്ട്, ബീം സ്ലാബ് സിസ്റ്റം ഉണ്ട്, സെല്ലുലാർ സിസ്റ്റം ഉണ്ട്. ഇതിൽ ഓരോന്നും എവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കോളം സ്പേസിങ്ങും ലോഡും വളരെ കുറവാണെങ്കിൽ നമുക്ക് സോളിഡ് സ്ലാബ് സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഹെവി ലോഡ്സ് ആണ്, വളരെ കോളംസ് തമ്മിൽ ലാർജ് സ്പേസിംഗ് ആണ്, അപ്പോൾ നമുക്ക് ബീം സ്ലാബ് സിസ്റ്റം ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി ലോഡ്സ് എക്സ്ട്രീംലി ഹെവി ആണ്, പിന്നെ 2-way റിജിഡ് സ്ട്രക്ചേഴ്സ് ആണ്, ഡീപ്പ് ബീംസ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ സെല്ലുലാർ സിസ്റ്റമാണ് യൂസ് ചെയ്യുക. സോ ഇത്രയാണ് ഷാലോ ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ബെനിഫിറ്റ്സും നമ്മൾ ഏത് സർക്കംസ്റ്റാൻസസിലാണ് ഓരോ ടൈപ്പ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ ഇത്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് എന്താണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് നോക്കാം. ഡീപ്പ് ഫൗണ്ടേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്, എന്താണ് അല്ലാത്ത പ്രീഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, ലോഡ് ക്യാരി ചെയ്യാത്ത സ്ട്രക്ചർ എന്താണ്, അതൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു സെക്ഷൻ തീരും. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.